ആദ്യം ശ്രീ EN നന്ദകുമാർ, ഇവിടെ 17 ഭാഗങ്ങൾ എമ്പുരാനിൽ നിന്ന് വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഒരു നിർദ്ദേശവും ആശയവിനിമയം രണ്ട് കേന്ദ്രങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന സംഘ് പരിവാർ, പിന്നെ മറുവശത്ത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ. അപ്പോൾ RSSന്റേതായിട്ട് ഓർഗനൈസറിൽ വന്ന ലേഖനം, അതോടൊപ്പം തന്നെ RSS ഹാൻഡിലുകളിൽ നിന്ന് കൃത്യമായിട്ട് വന്നിരിക്കുന്ന പ്രതിഷേധങ്ങൾ, ഇത് കണക്കിലെടുക്കുമ്പോൾ RSSുമായിട്ട് കൃത്യമായിട്ടൊരു ചർച്ച നടത്തി തന്നെയാണ് ഈ 17 ഭാഗങ്ങൾ നിർണയിച്ചത് എന്ന് അനുമാനിക്കാവുന്നതാണ്. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അല്ല, അങ്ങനെ വേണം നിർബന്ധമില്ല. കാരണം ഞാൻ ഈ സിനിമയെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഏത് ഭാഗങ്ങൾ കട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് സെൻസർ ബോർഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കട്ടിങ് ഉണ്ടാവുക. പക്ഷേ ഏതാണെങ്കിൽ ഈ സിനിമയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അത് ഒരിക്കലും ഒരു സിനിമയ്ക്ക് ചേരാത്ത ചില ഭാഗങ്ങൾ സിനിമയിലുണ്ട് എന്നുള്ളത് ഉത്തമമായിട്ടുള്ള ബോധ്യം വന്നിട്ടുണ്ട്. അത് നിർമ്മാതാക്കൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ജയകുമാറിന്റെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അതിനകത്ത് പരാമർശിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഒന്ന്, മലയാള സിനിമയിലെ എത്തിക്സിനെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത്, ഇതിനകത്ത് എത്തിക്സിലാണ് പ്രശ്നം. ഒരു സംവിധായകൻ ഇതിന്റെ നിർമ്മാതാക്കളെയോ അല്ലെങ്കിൽ ഇതിന്റെ വിതരണക്കാരെയോ മറ്റുള്ളവരെ അറിയിക്കാതെ കൊണ്ട് നടത്തിയിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ഇത് ഒരു കാരണവശാലും ഭൂഷണമല്ല. അത് എനിക്ക് സംവിധായകനാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ആരാണെങ്കിലും അത്തരം ചെയ്യുന്നത് ഒരു സിനിമയുടെ എത്തിക്സിനെ സംബന്ധിക്കുന്ന മര്യാദയല്ല. അത് ഈവൻ ടു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നതും സിനിമയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന എത്തിക്സിനെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. പക്ഷെ അതെങ്ങനെയാണ്? അത് ഇപ്പോൾ ശ്രീ ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. ഇത് തന്നെയാണ് RSSന്റെ മറ്റ് ഹാൻഡിലുകളിലും പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഇത് പൃഥ്വിരാജ് മാത്രം തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു പ്രമേയം ഉണ്ടാക്കിയത് എന്ന് എങ്ങനെയാണ് പറയുവാൻ കഴിയുക? അവിടെ മോഹൻലാൽ അറിഞ്ഞിട്ടില്ല, മറ്റണിയറ പ്രവർത്തകർ അറിഞ്ഞിട്ടില്ല, നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനമല്ലേ വരുന്നത്? അതോടൊപ്പം തന്നെ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം, സെൻസർ ബോർഡാണല്ലോ ഈ സിനിമയിൽ ഏതൊക്കെ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് എന്ന് തീരുമാനിക്കുന്നതെന്ന്. സെൻസർ ബോർഡ് ഓൾറെഡി ക്ലിയർ ചെയ്താണല്ലോ ഈ സിനിമ തിയേറ്ററിലേക്ക് അയച്ചതും സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ കളിക്കുന്നതും. ഇപ്പോൾ വെട്ടിമാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന സെൻസർ ബോർഡ് അല്ലല്ലോ ശ്രീ EN നന്ദകുമാർ. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. അപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളാണ് ഈ പ്രതിഷേധം ഉണ്ടാക്കുന്നവർക്ക് മോശമായി തോന്നിയിട്ടുള്ളത്, ആ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു എന്നാണല്ലോ. അപ്പോൾ അത് ഞാൻ ആദ്യം ചോദിച്ചത് അതുകൊണ്ടാണ്. കൃത്യമായ ഒരു ആശയവിനിമയം RSSും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും തമ്മിൽ നടത്തിയിട്ടില്ലേ എന്ന്. കാരണം RSS നിർദ്ദേശിക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു. കാരണം മോശമാണ് എന്ന് തോന്നുന്നു, RSSന് മോശമാകുന്നു എന്ന് തോന്നുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റുവാൻ നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം അവർ അനുസരിക്കുന്നു. അങ്ങനെ ഒരു ആശയവിനിമയം നടക്കാതെ, സെൻസർ ബോർഡ് നിർദ്ദേശിക്കാതെ എങ്ങനെ ഈ ഭാഗങ്ങൾ വെട്ടിമാറ്റും? അങ്ങനെയല്ല മഞ്ജുഷ, ഇതിനകത്ത് RSSന് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളല്ലല്ലോ പ്രശ്നം. ഇത് ചരിത്രത്തിന്റെ നിഷേധമാണ്. ഇതൊരു ചരിത്രമാണ്. ഗുജറാത്തിൽ നടക്കുന്ന കലാപെന്ന് പറയുന്ന 23 വർഷക്കാലങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് സംഭവമുള്ളത്. അങ്ങനെ വളച്ചൊടിക്കാൻ ആർക്കിവിടെ അധികാരം? ഏത് സിനിമയ്ക്കാരൻ ഇവിടെ അധികാരമുള്ളത്? അങ്ങനെ അധികാരമില്ലല്ലോ. ഈ അധികാരത്തെ സംബന്ധിച്ച് ഗോകുലം ഗോപാലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജയകുമാറിന്റെ പ്രസ്താവന ഒന്ന് മണിക്കൂറുകൾക്ക് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാനിതിന്റെ പൃഥ്വിയോട് സംസാരിക്കും, വേണ്ട ഭാഗങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകണം. അത് പൃഥ്വിരാജും ഗോകുലം ഗോപാലും തമ്മിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അവർ നിർദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വെട്ടിമാറ്റുന്നത്. ഇതൊരിക്കലും RSSന്റെ അജണ്ടയുടെ ഭാഗമല്ല. ഏതാണെങ്കിലും സംഘമടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെ സംബന്ധിക്കുന്ന ഇത്തരത്തിൽ നിലപാടുകളുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് സിനിമയുടെ പേരിൽ ചില ആളുകൾ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. സിനിമ പിടിക്കാൻ അധികാരമുണ്ട്. അത് പൃഥ്വിരാജിന് പിടിക്കാമല്ലോ. ഇതിനകത്ത് വസ്തുതകൾ വെച്ചുകൊണ്ട് പിടിക്കാമല്ലോ. ഇതിന് ചരിത്ര വസ്തുക്കൾ വെച്ചുകൊണ്ട് പിടിച്ചോട്ടെ. ആർക്കാ വിരോധം? ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയതുകൊണ്ട് ഈ സിനിമയുടെ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയതുകൊണ്ട് ഈ പ്രതിഷേധക്കാർക്ക് തൃപ്തിയായി എന്നുള്ളതാണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രമേയം അതേപടി നിൽക്കുമല്ലോ. ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റി എന്ന് വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം, അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ ശ്രീ EN നന്ദകുമാർ? ഇതിൽ ഏറ്റവും വലിയ വിമർശനം ഉണ്ടായിട്ടുള്ളത് ഈ ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തി കാണിക്കുന്ന ദൃശ്യങ്ങളാണല്ലോ. സിനിമയുടെ ഏതാണ്ട് ആദ്യത്തെ അരമണിക്കൂറിൽ കൂടുതൽ അതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് കൊണ്ട് ഇപ്പോൾ ആ ഭാഗം മാത്രമായിരിക്കില്ലല്ലോ, മറ്റു ചില ഭാഗങ്ങളും ഒഴിവാക്കിയേക്കാം. അപ്പോൾ അത് അങ്ങനെ വന്നാലും ആ പ്രമേയത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ.
അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ വെട്ടിമാറ്റൽ എന്ന്? ഒരു കാര്യം ആഡ് ചെയ്യണം മഞ്ജുഷ, ഇതിനകത്ത് ഇന്ന ഭാഗത്ത് നിർദ്ദേശം ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ഒന്നുണ്ട്, നിർമ്മാതാക്കളെ സംബന്ധിച്ച് അവർ പണം മുടക്കുന്നവരാണ്. അവർക്ക് ഉത്തമമായുള്ള ബോധ്യമുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഈ തരം ഒരു സിനിമയിൽ ഈ പറയുന്ന ചില സംവിധായകന്മാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾക്ക് അവരുടെ അജണ്ട നടപ്പിൽ വരുത്താനല്ല ഇന്ത്യ ചരിത്രമുള്ളത്. ഈ ചരിത്രം നിർമ്മിക്കാൻ ആരാ പൃഥ്വിരാജിന് അവകാശം കൊടുത്താരാ? ഇതിന്റെ ചരിത്രമായി തന്നെ കാണണം. അവിടെയാണ് ഗോദ്രയിൽ സംഭവം. എന്താണ് ഗോദ്രയിൽ നടക്കുന്നത്? തീവണ്ടിയുടെ കത്തിക്കലാണ് ആദ്യം നടന്നത്. 59 ജീവനുകളാണ് അവിടെ പിടഞ്ഞു വീണ് മരിച്ചത്. അതിൽ 25 പേര് കുട്ടികളാണ്, പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ മാത്രമല്ലോ പറഞ്ഞിരിക്കുന്നത്, മറ്റു വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ ഈ സിനിമ പറയുന്നത്? ഈ സിനിമ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? സിനിമ പറയുന്നത് ഇത് കത്തുന്ന ചിത്രമാണ്, ആരോ എവിടെ വെച്ച് ഡൈനാമിക് വെച്ച് പൊട്ടിച്ച മാതിരി പറയുക. ഈ തരം വഷളത്തരങ്ങള് നമ്മളുടെ സാധാരണ, പ്രത്യേകിച്ച് മലയാളത്തിൽ വളരെ വ്യാപകമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിലടക്കം ചരിത്രത്തിന്റെ തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണോ ശ്രീ EN നന്ദകുമാർ? താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ടോ? എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധ്യമില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റായിട്ടുള്ള പാഠങ്ങള്, തെറ്റായിട്ടുള്ള ഭാഗങ്ങള് സിനിമയിൽ നിന്ന് തിരുത്തുകപ്പെടുക തന്നെ ചെയ്യണം. കേരള സ്റ്റോറി തിരുത്ത്. ശരി മഞ്ജു, കേരള സ്റ്റോറിയിലെ കണക്കുകളൊക്കെ നിങ്ങൾ അങ്ങ് തിരുത്തുന്നേ. ഒരു നിലപാട്